എല്ലാവർക്കും DS സിമ്പിൾ കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാങ്ങയുടെ സീസൺ ആണിപ്പോ, അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക വീടുകളിലും ഇപ്പൊ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റം ആയിട്ട് മാറിയിട്ടുണ്ട് മാങ്ങ. പച്ചമാങ്ങ നമ്മൾ പല രീതിയിൽ കഴിക്കാറുണ്ട്. ഒന്നുമില്ലെങ്കിലും ഒരല്പം മുളക് പൊടിയും ഉപ്പും ചേർത്ത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കാനും പറ്റുന്ന നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ഒരു മാങ്ങ അച്ചാറാണ്. അപ്പൊ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ശേഷം ഇതിന്റെ മുകളിലുള്ള വെള്ളം മുഴുവനായിട്ടും നമുക്ക് ഒരു ടവൽ യൂസ് ചെയ്ത് തുടച്ചു കളയാം. ഒട്ടും തന്നെ ഈർപ്പം ഉണ്ടാവാൻ പാടില്ല. ഞാനിത് വളരെ കുറച്ച് മാത്രമാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് ഇത് 2-3 ദിവസം കൊണ്ട് തന്നെ കാലിയാവും. നിങ്ങൾ കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല രീതിയിൽ തുടച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കേടായി പോവും. നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു മീഡിയം വലുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ വലുതായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ചെറുതായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ വേണ്ട, ഞാനിതിവിടെ മുഴുവനായിട്ടും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അച്ചാറിന് എപ്പോഴും ഉപ്പ് ഒരു പിടി മുന്നിൽ നിൽക്കണം. അപ്പൊ അതിനനുസരിച്ചുള്ള ഉപ്പ് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. എന്ന് കരുതി ഒരുപാട് കൂടി പോവാനും പാടില്ല. ഇനി ഇത് ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ വേണ്ട, ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പൊ അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. ഞാൻ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഒരല്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഒപ്പം തന്നെ നല്ലൊരു കളർ വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ കടുകും ഉലുവയും വറുത്ത് പൊടിച്ചതാണ്. ഞാൻ മുന്നേയുള്ള അച്ചാറിന്റെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കടുകും ഉലുവയും വറുത്ത് പൊടിക്കുന്നത്. ഡ്രൈ ആയിട്ടുള്ള ഒരു പാനിലേക്ക് ചൂടായി വന്നു കഴിഞ്ഞാൽ കടുകും ഉലുവയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഫ്രൈ ചെയ്ത് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുത്തതാണിത്. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കായപ്പൊടിയാണ്. 1/2 ടീസ്പൂണോളം കായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ വേണ്ട, ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2-3 ദിവസത്തേക്ക് വേണ്ടിയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഒരുപാട് ദിവസത്തേക്ക് സ്റ്റോർ ചെയ്യാനൊന്നുമല്ല. നിങ്ങൾ സ്റ്റോർ ചെയ്യാനാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓയിൽ നല്ലപോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് മുഴുവനായും പൊട്ടി വരുന്ന സമയത്ത് അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് ചൂടോടുകൂടെ തന്നെ നമ്മളിത് നമ്മുടെ അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കടുക് പൊട്ടിച്ച് ആ ചൂടോടുകൂടെ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കൊണ്ട് മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പൊ വേണ്ടേ, നമ്മൾ ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇൻസ്റ്റന്റ് മാംഗോ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ. ചോറിന്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ നല്ല അടിപൊളിയാണ്. അപ്പൊ നിങ്ങളെ വീട്ടിൽ മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യുക. ഇതുപോലുള്ള നല്ല കിടിലൻ റെസിപ്പീസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.